നേരത്തെ 30 mm ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുണ്ട് ചെയിൻ. കറക്കി നമ്മൾ മൂന്നാമത്തെ നോച്ചിൽ നിന്ന് നമ്മളിന്ന് റോയൽ എൻഫീൽഡ് വണ്ടികളിൽ എങ്ങനെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ 4 വണ്ടി ഇരിപ്പുണ്ട്. 4ഉം 350 ആണ്. പക്ഷേ 4ഉം 4 ടൈമിൽ ഇറങ്ങിയ വണ്ടികളാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് വണ്ടി, 2007 മോഡല് സ്റ്റാൻഡേർഡ് 350 ആണിത്. ചെയിനിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് അഴിക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. എന്നിട്ട് എന്താണ് ഇവ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2018 വണ്ടിയാണ്. നമ്മൾ 2018 ഒരു പുതിയ വണ്ടിയാണ്, BS4 ആണ്. ഈ വണ്ടിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ, ബാക്കിൽ ഡ്രം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ചെയിനിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ നേരത്തെ കണ്ട പഴയ വണ്ടി സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അതിൽ ചെയിനും അതിൻ്റെ നട്ടുകളും ഒക്കെ ലെഫ്റ്റ് സൈഡിൽ വരുന്നു, ഇതിനകത്ത് റൈറ്റ് സൈഡിൽ വരുന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് അത് 2012 വണ്ടി തന്നെയാണ്, ഗൺമെറ്റൽ ഗ്രേ മോഡലാണ്, 350 തന്നെയാണ്. ഇത് പക്ഷേ ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്, ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം തന്നെ. മറ്റേ വണ്ടിയിൽ ബാക്കിൽ ഡ്രം ആണ് വരുന്നത്, ഇതിനാണെങ്കിൽ ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം. ചെയിനിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ അവിടെ കാണിച്ചിട്ടുള്ളതിൽ നിന്ന് ചെറുതായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ 4ാമത്തെ വണ്ടി എന്ന് പറയുന്നത് BS4 തന്നെ, സിഗ്നൽ 350 ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്കും വരുന്നുണ്ട്, ഡ്യുവൽ ചാനൽ ABS-ഉം വരുന്നുണ്ട്. അതിൻ്റെ ചെയിനിൻ്റെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഗൺമെറ്റൽ ഗ്രേയിൽ കണ്ട അത് ബാക്കിൽ ഡിസ്ക് വരുന്ന ഗൺമെറ്റൽ ഗ്രേയിൽ എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് എക്സാക്ട്ലി അത് തന്നെയാണ്. ഇതിൽ പിന്നെ ABS ഒക്കെ വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ടെങ്കിലും ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആദ്യം കാണിച്ച പഴയ മോഡൽ സ്റ്റാൻഡേർഡിലും അതുപോലെ ബാക്കിൽ ഡ്രം വരുന്ന നമ്മുടെ 350-ലും ആണെങ്കിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരേ ടൈപ്പാണ്, ഒരേ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മളിപ്പോൾ കാണിക്കാം. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗൺമെറ്റൽ ഗ്രേയിലും ഈ സിഗ്നൽസിലും ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതും എക്സാക്ട്ലി സെയിം വേയിലാണ്. അപ്പോൾ ഈ 2 രീതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിൽ ഡിസ്ക് വരുന്ന വണ്ടികളെല്ലാം തന്നെ, റോയൽ എൻഫീൽഡ് വണ്ടികളിലെല്ലാം തന്നെ ഒരേ രീതിയിലാണ് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ, ഈ ഒരു സിഗ്നൽസ് മോഡൽ വണ്ടിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ വിഷൻ കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ സൈലൻസർ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ സൈലൻസർ അഴിച്ചു വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുറച്ചുകൂടെ നന്നായിട്ട് ആ ഇൻഡെക്സ് മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണാനായിട്ടൊക്കെ സാധിക്കും. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ സ്ലാക്നെസ് മെഷർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമിൽ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്കെയിലിൻ്റെ ആവശ്യം വരും. പിന്നീട് നമ്മൾ ഒരു ഏകദേശം ഐഡിയ കിട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് സ്കെയിലൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്ലേ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ഇഞ്ച് വരെ പ്ലേ ഉണ്ട്. അപ്പോൾ ഇത്രയൊന്നും പ്ലേ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുറുക്കി ഒരു 1 ഇഞ്ച് പ്ലേ അല്ലെങ്കിൽ 30 mm അല്ലെങ്കിൽ 25 mm ആയിട്ട് നമ്മൾ സ്ലാക്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ചെയിൻ്റെ ലോക്ക് വരുന്നത്. ഈ ഒരു ലോക്കിന് തൊട്ട് കറക്കി അടുത്ത പ്രാവശ്യം ഈ ലോക്ക് വരുന്നിടം വരെ ഒന്ന് അനക്കി നോക്കുക. അപ്പോൾ അങ്ങനെ കറക്കി നോക്കുന്ന സമയത്ത് ഏറ്റവും ലൂസ് അല്ലാത്ത, അതായത് കൂട്ടത്തിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ നമുക്ക് കിട്ടും. ആ ഒരു ടൈറ്റർ പോർഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലൂസറായിട്ടുള്ളൊരു പോർഷനിൽ ചെന്നിട്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടൈറ്റ് ആയിരിക്കുന്ന ഒരു ഭാഗം ഓവറായിട്ട് ടൈറ്റ് ആകുകയും അവിടെ ചിലപ്പം ചെയിൻ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂട്ടത്തിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ മെഷർ ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനാണ് കുറച്ച് ലൂസ് കുറവുള്ളത് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 30-ന്റെ ഒരു ബോക്സ് സ്പാനറും അതുപോലെ തന്നെ 24-ന്റെ ഒരു ബോക്സ് സ്പാനറും അതുപോലെ അതിൻ്റെ എക്സ്റ്റൻഷനും അതുപോലെ ലിവറുമാണ് വേണ്ടത്. ഇത് കൂടാതെ 12-10-ന്റെ, അതിൽ 12 ആണ് നമുക്ക് ആവശ്യം, 12-10-ന്റെ 2 ചെറിയ സ്പാനറും കൂടെ വേണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ വണ്ടിയുടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 24-ന്റെ ബോക്സ് സ്പാനർ ഉപയോഗിച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന ആക്സിൽ നട്ട് അഥവാ സ്പിൻഡിൽ നട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു നട്ട് നമുക്ക് ഫസ്റ്റ് ലൂസ് ചെയ്യാം. ഈ ഒരു ആക്സിൽ നട്ട് നമ്മൾ ഊരിയെടുക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് ലൂസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അടുത്ത് നമുക്ക് ലൂസ് ആക്കേണ്ടത് 30 mm ഹാഫ് ആക്സിൽ നട്ട് അഥവാ സ്പ്രോക്കറ്റ് സ്റ്റബ് ആക്സിൽ നട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു നട്ടാണ് നമുക്കടുത്ത് ലൂസ് ആക്കേണ്ടത്. ഇനി നമുക്ക് ലൂസ് ആക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന 12 mm സ്ലാക്ക് അഡ്ജസ്റ്റിംഗ് നെറ്റാണ്. ഈ സ്ലാക്ക് അഡ്ജസ്റ്റിംഗ് നട്ടും അതിൻ്റെ പുറകെ സ്ലാക്ക് അഡ്ജസ്റ്റിംഗ് ലോക്കിംഗ് നട്ടും തന്നിട്ടുണ്ട്. ഈ ലോക്കിംഗ് നെറ്റ് നമ്മൾ ആദ്യം ലൂസ് ചെയ്തിട്ട് വേണം സ്ലാക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് ലൂസ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 12-10-ന്റെ 2 സ്പാനറാണ്. അപ്പോൾ ഇതിൽ ആ ഫസ്റ്റ് 12 സ്പാനർ ഉപയോഗിച്ച് നമ്മൾ അഡ്ജസ്റ്റിംഗ് നട്ട് അനങ്ങാതെ പിടിച്ചതിന് ശേഷം പുറകിലുള്ള ലോക്കിംഗ് നട്ട് നമ്മൾ ലൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
നമ്മൾ ലോക്കിംഗ് നട്ട് ലൂസാക്കിയതിന് ശേഷം അഡ്ജസ്റ്റിംഗ് നട്ട് നമ്മൾ ഇനി വലത്തേ സൈഡിലേക്ക് മുറുക്കാൻ പോവുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലോക്ക് വൈസിലേക്കാണ് ഈ അഡ്ജസ്റ്റിംഗ് നട്ട് തിരിക്കേണ്ടത്. ഇത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ടയർ ബാക്കിലേക്ക് മൂവ് ചെയ്യുകയും ഈ സൈഡിൽ ചെയിൻ ടൈറ്റ് ആകുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ടയറിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന അതേ കാര്യം തന്നെ നമ്മൾ അപ്പുറത്തും ചെയ്യണം. ഇവിടെ എത്രത്തോളം തിരിക്കുന്നോ അത്രയും കാര്യങ്ങൾ നമ്മൾ അപ്പുറത്തും ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനൊരു ഹാഫ് വെച്ചിട്ട് തിരിക്കാൻ പോവാണ്. 1 2 3 3 പ്രാവശ്യം ഞാൻ തിരിച്ചു. ഇതേ കാര്യം തന്നെ ഞാൻ അപ്പുറത്തും ചെയ്യാൻ പോവുകയാണ്. 1 2 3. ഇപ്പം നമ്മൾ ചെയിൻ ഇവിടെ സ്ലാഗ്നെസ് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട പോലെ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 30 mm ആയിട്ട് ചെയിനിൻ്റെ പ്ലേ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അലൈൻമെൻറ്റ് ഇൻഡെക്സ് മാർക്കിങ്ങുകളുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു റെഫറൻസ് മാർക്കും അതുപോലെ ഏതെങ്കിലും ഒരു മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ അപ്പുറം ഇപ്പുറം ഒരേ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആക്സിലിൻ്റെ സെൻറ്റർ പോയിന്റ് തൊട്ട് സിംഗാമിൻ്റെ ഇങ്ങേ അറ്റം വരെയുള്ള നീളം നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. അത് രണ്ടിടത്തും സെയിം ആണെന്ന് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇങ്ങേ അറ്റം വരെയുള്ള സിംഗാമിൻ്റെ അറ്റം വരെയുള്ള നീളം ഏകദേശം സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സിംഗാമിൻ്റെ ഇങ്ങേ അറ്റം വരെയുള്ള നീളം എന്ന് പറയുന്നത് ഒരു 6.2 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് തന്നെയാണോ അപ്പുറത്ത് 6.2 തന്നെയാണോ എന്നൊന്നുമില്ല. ഏകദേശം 6 ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇപ്പുറത്ത് വന്നപ്പോഴും നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. അതായത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇപ്പോൾ നോക്കിയപ്പോഴും അതേ 6.2 സെൻറ്റിമീറ്റർ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന അപ്പുറം ഇപ്പുറമുള്ള ഈ അഡ്ജസ്റ്റിംഗ് നട്ടിൻ്റെ ലോക്ക് നട്ട് നമുക്ക് മുറുക്കാം. നമ്മൾ അഡ്ജസ്റ്റിംഗ് നട്ട് 12 സ്പാനർ കൊണ്ട് പിടിച്ച് വെച്ചതിന് ശേഷം അത് അനങ്ങാതെ നമ്മൾ 12 വേറൊരു സ്പാനർ കൊണ്ട് മറ്റേ നട്ട് ടൈറ്റ് ചെയ്യുക. ഇതേ കാര്യം തന്നെ ഞാൻ അപ്പുറത്തും ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് പഴയ പോലെ 30ൻ്റെ ഹാഫ് ആക്സിൽ നട്ടും അതുപോലെ 24ൻ്റെ ആക്സിൽ നട്ടും നമുക്ക് പഴയ പോലെ മുറുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ 30ൻ്റെ നട്ട് മുറുക്കുകയാണ്. ഈ 30ൻ്റെ 24ൻ്റെ നട്ട് മുറുക്കുന്ന ടൈമിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 നട്ടുകൾ മുറുക്കുന്ന ടൈമിൽ ചെയിൻ കുറച്ചും കൂടെ ടൈറ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾ ചെയിൻ്റെ സ്ലാക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി ഇതല്ലാതെ ഇങ്ങനെ മുറുക്കുന്ന സമയത്ത് ടയർ ജസ്റ്റ് നമ്മൾ മുറുക്കുന്ന ടൈമിൽ ടയറും കൂടെ ബാക്കിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മുറുക്കുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ മുട്ടുകൊണ്ട് ബാക്ക് ടയർ ഒന്ന് തെള്ളി പിടിച്ചതിന് ശേഷം വേണം നമ്മൾ മുറുക്കാനായിട്ട്. അപ്പം ഞാൻ ആ 30ൻ്റെ നട്ട് ടയർ തെള്ളി പിടിച്ചതിന് ശേഷം 30ൻ്റെ നട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് 24ൻ്റെ നട്ട് മുറുക്കാം. നേരത്തെ 30 mm ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുണ്ട് ചെയിന്. ഇപ്പോൾ ഒരു 20 mm ആയി കാണും. ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കുക. ഈ 24ൻ്റെ 30ൻ്റെ നട്ട് മുറുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മുറുക്കിയതിലും ശകലം കൂടെ ചെയിൻ ഒന്ന് മുറുകും. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇപ്പോൾ ഇത് ഏകദേശം കുഴപ്പമില്ലാത്തൊരു പ്ലേ ആണ്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് കാര്യം സംശയം ഉണ്ടെങ്കിലും നമുക്ക് ബാക്കിൽ നിന്ന് നോക്കാവുന്നതാണ്. ടയറിന് അലൈൻമെൻറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ബാക്കിലൂടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ജസ്റ്റ് വണ്ടി എടുത്തുനിന്ന് ടെസ്റ്റ് ഡ്രൈവ് കൂടെ പോയി നോക്കുക. വണ്ടി എങ്ങനെയുണ്ട്, കറക്റ്റായിട്ടൊക്കെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ ചെയിൻ അലൈൻമെൻറ്റ് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി ബാക്കിൽ ഡിസ്ക് വരാത്ത ഡ്രമ്മ് വരുന്ന ടൈപ്പ് വണ്ടികളിലെ എങ്ങനെയാണ് ചെയിൻ മുറുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു വണ്ടിയിൽ നമുക്ക് ചെയിൻ ഒന്ന് മുറുക്കി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് 30ൻ്റെ ബോക്സ് പാനറും അതുപോലെ 24ൻ്റെ ബോക്സ് പാനറും അതിൻ്റെ ലിവറും എക്സ്റ്റൻഷനും വേണം. അതുകൂടാതെ നമുക്ക് വേണ്ടത് 18-19ൻ്റെ ഒരു റിംഗ് സ്പാനറും കൂടെ വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ അയക്കേണ്ടത് 24ൻ്റെ ആക്സിൽ നട്ടാണ് നമുക്ക് ലൂസൺ ചെയ്യേണ്ടത്. അപ്പോൾ 24ൻ്റെ ആക്സിൽ നട്ട് നമുക്ക് ലൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 24ൻ്റെയും 32ൻ്റെയും നട്ട് അവിടെ ലൂസ് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിൽ സെറ്റോടെ കറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഒരു കമ്പിയോ വല്ലതും കയറ്റി ഒന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് 30ൻ്റെ ബോക്സ് പാനർ ഉപയോഗിച്ചിട്ട് 30ൻ്റെ നട്ട് ലൂസൺ ചെയ്യണം. ഇതിനുശേഷം നമുക്കിവിടെ 19 mm പ്ലേറ്റ് ആങ്കർ നട്ട് കൂടെ ലോക്ക് ചെയ്യേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഈ നട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ കറക്റ്റ് സീറ്റിങ്ങിൽ വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് അഴിക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് 19-18ൻ്റെ ഒരു റിംഗ് സ്പാനറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 19ൻ്റെ എൻഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു നട്ട് ലൂസൺ ചെയ്യാം. ഈ നട്ടുകൾ ഒന്നും തന്നെ നമ്മൾ ഊരിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലൂസ് ചെയ്യൽ മാത്രം മതി. ബോക്സ് ടൈപ്പ് സിംഗാമ് വരാത്തത് കൊണ്ട് തന്നെ അതിൽ തന്നെ അഡ്ജസ്റ്റിംഗ് നട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പകരം തന്നിരിക്കുന്നത് ഒരു സ്നെയിൽ അഡ്ജസ്റ്ററാണ് തന്നിരിക്കുന്നത്. അതിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അലൈൻമെൻറ്റ് മാർക്കിങ്ങുകളും തന്നിട്ടുണ്ട്. ഇരുവശത്തെ അലൈൻമെൻറ്റ് മാർക്കുകൾ സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടികളിൽ, അതായത് ഡിസ്ക് വരാത്ത വണ്ടികൾ, പഴയ ഡ്രം ടൈപ്പ് വണ്ടികളിലാണെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതിൻ്റെ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഈ സ്നെയിൽ അഡ്ജസ്റ്ററിൻ്റെ മാർക്കിങ് അപ്പുറവും ഇപ്പുറവും സെയിം
ആണെന്ന് എൻഷുർ ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്നെയിൽ അഡ്ജസ്റ്റർ നമ്മൾ ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ ചെയിൻ ലൂസ് ആകുകയും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ ചെയിൻ ടൈറ്റ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10 എന്ന് പറഞ്ഞ മാർക്കിങ്ങിന് മുന്നേ മൂന്നാമത്തെ നോച്ചാണ് അവിടെ തട്ടി നിൽക്കുന്നത്. അപ്പം നമ്മളിത് ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ഇതിനെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 10ന് മുന്നേയുള്ള മൂന്നാമത്തെ നോച്ചിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ നോച്ചിലേക്ക് ഇതിനെ മാറ്റാം. ഇപ്പോൾ ഈ 2 നട്ടുകൾ ലൂസ് ആക്കിയത് കൊണ്ട് തന്നെ ടയർ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം നമ്മൾ ടയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണെങ്കിൽ ഈ സ്നെയിൽ അഡ്ജസ്റ്റർ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് കറക്കി നമ്മൾ മൂന്നാമത്തെ നോച്ചിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ നോച്ചിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ 10 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നോച്ചിലാണ് നമ്മൾ ആ കുറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ സ്നെയിൽ അഡ്ജസ്റ്റർ ഇവിടെയും നമ്മൾ 10 കഴിഞ്ഞ് രണ്ടാമത്തെ നോച്ചിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം മുറുക്കാം. അപ്പം നമ്മൾ ഇവിടെയും പഴയതുപോലെ തന്നെ ആ സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ടിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ അയച്ച കാര്യങ്ങളെല്ലാം തന്നെ മുറുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കിനി ഫസ്റ്റ് നമ്മൾ ലൂസ് ചെയ്യുന്ന നട്ടായിട്ടുള്ള പ്ലേറ്റ് ആങ്കർ നട്ട് തന്നെ ടൈറ്റ് ചെയ്യാം. പക്ഷേ പ്ലേറ്റ് ആങ്കർ നട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് അടിച്ച് പമ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബ്രേക്ക് ഷൂവിൻ്റെ നട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ബ്രേക്ക് പമ്പ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ബ്രേക്ക് ഷൂ കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ടയർ കറക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് പമ്പ് ചെയ്യുന്നു, പിന്നെ ഒന്നുകൂടെ കറക്കുന്നു. അങ്ങനെ പമ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ബ്രേക്ക് ഷൂവിൻ്റെ നട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ ഉപയോഗിച്ച 19 റിംഗ് സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ഷൂവിൻ്റെ നട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ബ്രേക്ക് കുറച്ച് ലൂസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് തള്ളിയതിന് ശേഷം നമുക്ക് ബ്രേക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 14 സ്പാനർ ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ ലൂസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് 30 നട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 24 നട്ട് കൂടെ ടൈറ്റ് ചെയ്യാം. ചെയിൻ അഡ്ജസ്റ്റർ വരുന്ന ഏത് ടൈപ്പ് ആണെങ്കിലും ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റോയൽ എൻഫീൽഡ് വണ്ടികളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ഗൈസ്.